സർവേ ബന്ധപ്പെട്ടുകൊണ്ട് HRDS ഒന്നും അറിയിച്ചിരുന്നില്ല എന്നാണല്ലോ കഴിഞ്ഞ ദിവസം തരൂർ പറഞ്ഞത്. പക്ഷേ HRDS ഇന്നിപ്പോൾ 11:30 വാർത്താ സമ്മേളനം വിളിക്കുകയാണ്, തെളിവ് പുറത്തു വിടുന്നു. തരൂരിനെ നേരത്തെ തന്നെ കാര്യങ്ങൾ അറിയിച്ചിരുന്നു എന്നാണ് പറഞ്ഞത്. എല്ലാം ദുരൂഹമാണ്, എല്ലാം ദുരൂഹമാണ്. അത് എങ്ങനെ വരുമെന്ന് പറയാൻ കഴിയില്ല. തരൂരിന്റെ ഇത് കഴിഞ്ഞോട്ടല്ലേ? ഇതിപ്പോ തീരും. ഒരു മിനിറ്റ്, 1 മിനിറ്റ്. ചായയാണ്, ചൂട് കുറഞ്ഞു പോകും. അത് ശരിയാ, ഇതൊന്ന് ആയിക്കോട്ടെ. അപ്പൊ നോക്കിയിട്ട് ഇതിപ്പോ നമുക്ക് തീർക്കാറല്ലേ? ഏതാ പറഞ്ഞത്? അല്ല, ഈ തരൂരിന്റെ വിഷയത്തിൽ കോൺഗ്രസ് ആണ് പറഞ്ഞത്. കോൺഗ്രസിന്റെ നേതൃത്വമാണല്ലോ തരൂർ. തരൂർ ചില നിലപാടെടുക്കുമ്പോൾ അത് കോൺഗ്രസിന് യോജിപ്പില്ല എന്ന് പറഞ്ഞാൽ മതിയോ? കോൺഗ്രസ് അതുപോലുള്ള സമീപനത്തോട് ഒരു വ്യക്തത വരുത്തി പറയണ്ടേ? തരൂർ കോൺഗ്രസ് വിട്ട് BJP ആയാൽ നമ്മൾ അത്ഭുതപ്പെടേണ്ടതില്ല. അതുവഴി കോൺഗ്രസിനകത്ത് പ്രശ്നങ്ങൾ സൃഷ്ടിക്കാനാണ് BJP ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. അതെല്ലാം കേരള രാഷ്ട്രീയത്തിൽ ഭാവിയിൽ നമുക്ക് കാണാൻ പോകുന്ന കാര്യങ്ങൾ. നമുക്ക് നോക്കാം. അവർ മൃദു ഹിന്ദുത്വ നിലപാട് അവരെടുക്കുന്നുണ്ടല്ലോ കോൺഗ്രസ് ദേശീയ രാഷ്ട്രീയത്തിൽ. ഇവിടെ വയനാട്ടിൽ ഈ പ്രിയങ്ക ഗാന്ധിയും രാഹുൽ ഗാന്ധിയും എല്ലാം വന്നപ്പോൾ ലീഗിന്റെ കൊടി ഉപയോഗിക്കാൻ പാടില്ല എന്നല്ലേ പറഞ്ഞത്? എന്താ അതിന്റെ അർത്ഥം? ആ നിലപാടിലൊരു വർഗീയത ഇല്ലേ? ആ നിലപാടിൽ വർഗീയത ഇല്ലേ? അത് ലീഗിന് മനസ്സിലാവുന്നില്ലേ? ലീഗുകാർ ഇപ്പം പ്രധാനമായിട്ട് സംരക്ഷകർ കോൺഗ്രസ് ആണെന്ന് പറഞ്ഞാണ് നടക്കുന്നത്. ലീഗിന്റെ നേതൃത്വത്തിൽ കേരളത്തിൽ വർഗീയമായ ചേരിതിരിവ് സൃഷ്ടിക്കാനുള്ള ശ്രമം നടക്കുകയാണ്. അതിനെ തടയാൻ കോൺഗ്രസ് ഉണ്ടോ? കേവലം അധികാരത്തിന് വേണ്ടി ജനങ്ങളുടെ ഈ ഭിന്നത സൃഷ്ടിക്കുന്നതിന് സഹായകരമായ നിലപാട് കോൺഗ്രസ് സ്വീകരിക്കുകയാണ്. അപ്പോൾ ലീഗ് സ്വീകരിക്കുന്ന നിലപാടിന് കോൺഗ്രസ് പിന്തുണ കൊടുക്കുകയാണ്. അതെല്ലാം കേരളീയ സമൂഹത്തെ വലിയ തോതിൽ ബാധിക്കും. ആ നിലപാടിനെല്ലാം അവർ പിന്തിരിയാണ് വേണ്ടത്. വർഗീയമായി ഏകീകരിപ്പിക്കുന്നതിനുള്ള ലീഗിന്റെ നിലപാടിനെ എതിർക്കുകയാണ് കോൺഗ്രസ് ചെയ്യേണ്ടത്. അല്ലെങ്കിൽ ലീഗിനെ തിരുത്താൻ ശ്രമിക്കുകയാണ് കോൺഗ്രസ് ചെയ്യേണ്ടത്. അത് കോൺഗ്രസ് ചെയ്യുന്നില്ല. കേരള രാഷ്ട്രീയത്തിൽ വെൽഫെയർ പാർട്ടിയൊക്കെ ആയിട്ടുള്ള ബന്ധം രൂപപ്പെട്ടു വന്നില്ല. എന്തിനാ വെൽഫെയർ പാർട്ടിയായിട്ട് ബന്ധം വെച്ചത്? LDFിനെ തോൽപ്പിക്കാൻ, നഷ്ടപ്പെട്ടു പോയ അധികാരം തിരിച്ചു പിടിക്കാൻ. ഇതിനാണല്ലോ LDFിനെ തോൽപ്പിക്കുന്നത്. അധികാരം എന്തിനു വേണ്ടി? ജനങ്ങൾക്ക് വേണ്ടിയാണോ? ഇവിടെ 62 ലക്ഷം ആളുകൾ പെൻഷൻ വാങ്ങുന്നുണ്ടെങ്കിൽ അതിലൊരു ഗണ്യമായ വിഭാഗം കോൺഗ്രസിലും ലീഗിലും പെട്ടവരില്ലേ? അവരെല്ലാം ലീഗുകാരാണ്, അവരെല്ലാം കോൺഗ്രസ്സുകാരാണ് എന്നുള്ളതുകൊണ്ട് ഈ ആനുകൂല്യങ്ങൾ നിഷേധിച്ചോ? ആനുകൂല്യങ്ങൾ അവർക്ക് നൽകാതിരിക്കുന്നതിന് വേണ്ടിയുള്ള എന്തെങ്കിലും നടപടികൾ സ്വീകരിക്കുന്നുണ്ടോ? അതൊന്നുമില്ലല്ലോ. എല്ലാ വിഭാഗം ആളുകളെയും ഒരുപോലെയല്ലേ ഗവൺമെന്റ് കാണുന്നത്? ഗവൺമെന്റ് അങ്ങനെയേ കാണാൻ പാടുള്ളൂ. ആനുകൂല്യം അപ്പം അവർ തന്നെ ഭരിച്ചില്ലെങ്കിൽ അവർ പറയുന്ന രീതിയിലുള്ള ജനവിഭാഗത്തിന് ആനുകൂല്യങ്ങളും അവകാശങ്ങളും സംരക്ഷിക്കാൻ കഴിയില്ലേ? കഴിയുന്നാണല്ലോ കേരളം തെളിയിച്ചിരിക്കുന്നത്. അപ്പം അതാണ് സ്ഥിതി. അപ്പം അത് ആ നിലയിൽ വരുമ്പോൾ നമുക്ക് കുറച്ചുകൂടി വ്യക്തത ഈ പ്രശ്നങ്ങൾ വരാനാണ് പോകുന്നത്. ശശി തരൂരിൻ്റെ പ്രശ്നത്തിൽ കോൺഗ്രസ് തന്നെയാണ് നിലപാട് വ്യക്തമാക്കേണ്ടത്. ആ നിലപാട് കോൺഗ്രസ് എടുക്കുന്നില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അല്ല, അത് മുഖ്യമന്ത്രിയുടെ ഓഫീസ് വിശദീകരിക്കുമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഞാൻ മനസ്സിലായ കാര്യം പറയാം. ഒരു പിടിച്ചു വെക്കില്ല. പരാതി കിട്ടിയ ഉടനെ തന്നെ പോലീസ് ഡിപ്പാർട്ട്മെന്റിന് പരാതി കൈമാറിയിട്ടുണ്ട് എന്നാ ഞാൻ മനസ്സിലാക്കി. അപ്പം എന്തിന്റെ അടിസ്ഥാനത്തിലാണ് രമേശ് ചെന്നിത്തല ഈ ഒരു പരാതി ഉന്നയിക്കുന്നത്? ഇത് പിടിച്ചു വെച്ചു എന്നുള്ള പരാതി ഉന്നയിക്കുന്നത്? മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്ന് ഈ പരാതി DGPക്ക് പോയോ എന്ന് ചെന്നിത്തല പരിശോധിച്ചോ? പരിശോധിച്ചിട്ടല്ലേ അഭിപ്രായം പറയേണ്ടത്. അത് പരിശോധിക്കാതെ സ്വാഭാവികമായിട്ടും പോലീസിന്റെ മുമ്പിൽ ഒരു പരാതി വരുമ്പോൾ അതിൻ്റെ അകത്തുള്ള ചില വസ്തുതകൾ മനസ്സിലാക്കാൻ ചിലപ്പോൾ അവർ സമയമെടുത്തു വരും. വസ്തുതകൾ മനസ്സിലാക്കി നടപടികൾ എടുക്കുന്നതിന് വേണ്ടി പെറ്റീഷൻ ആ സ്വഭാവത്തിലാണ് വരുന്നത്. അപ്പോൾ അങ്ങനെയുള്ള ചില പെറ്റീഷൻ വന്നു കഴിഞ്ഞാൽ അതിൻ്റെ വസ്തുതകൾ എന്താണെന്ന് പരിശോധിച്ച് നിജസ്ഥിതി എന്താണെന്നുള്ള ഉറപ്പുവരുത്തേണ്ടി വരും. ആ നിലപാടാണ് DGP ഓഫീസിൽ നിന്ന് സ്വീകരിച്ചതെന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ. ഞാൻ ഈ വിവാദം ഉയർന്നു വന്നതിന് ശേഷം എന്താണ് ഇതിൻ്റെ യാഥാർത്ഥ്യം എന്നുള്ളതിനെ കുറിച്ച് അന്വേഷിച്ചിരുന്നു.